Hi dear students, today we are going to solve a question paper, only part A questions for 4 chapters: GST, Banking, Linear Inequation, Quadratic Equation. Question number 1. The tax invoice of a telecom service in Meerut shows cost of service provided by it as Rs 750. If the GST rate is 18%, find the amount of bill. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് സർവീസ് ഇസ് ഈക്വൽ ടു 750 rupees. ടോട്ടൽ ബിൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ നെറ്റ് എമൗണ്ട് ടോട്ടൽ ബിൽ ഇസ് ഈക്വൽ ടു ദിസ് കോസ്റ്റ് ഓഫ് സർവീസ് 750 പ്ലസ് GST. സോ നമുക്ക് GST കണ്ടുപിടിക്കണം അല്ലേ. GST rate is equal to 18% എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് GST എത്ര എമൗണ്ട് വരുന്നു, ടോട്ടൽ GST in rupees നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സോ GST കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കോസ്റ്റ് ഓഫ് സർവീസ് എത്ര 750 into 18/100. ഓക്കെ, പോസ് ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 75 into 18/10 ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് 135 rupees. So this is our GST amount, and total bill is equal to 750 plus 135. Okay, then നമുക്ക് add ചെയ്യുമോ 885 rupees വരും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെത് കേട്ടോ. then next ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇതും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അധികം ചെയ്യാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുൻപ് നമ്മുടെ വീഡിയോയിൽ GSTയുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. GST പാർട്ട് 3 വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയിട്ട് ആ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. Question number 3. A shopkeeper buys goods worth rupees 4,000 and sells these at a profit of 20% to a customer in the same state. If the GST is charged at 5%, find. Question number 1. The selling price excluding tax of the goods. 2. CGST paid by the consumer. 3. SGST paid by the consumer. Fourth one, the total amount paid by the consumer. Here, question analyze ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം, നമ്മൾ ഈ ഒരു GST type question ചെയ്യുന്ന സമയത്ത് shopkeeper buys goods rupees 4,000. That means cost price of here wholesaler, cost price of shopkeeper എന്ന് പറയുന്നത് or actual price of this article എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് 4,000 rupees ആണ് വന്നിരിക്കുന്നത്. Okay, cost price and or selling price എന്ന് പറയുന്നത് 4,000 wholesaler. Okay, and cost price ല 20% profit, നമ്മളിവിടെ profit എടുത്തിരിക്കുന്നു 20%. so 20% profit ഇട്ടിട്ടാണ് കൺസ്യൂമർക്ക് കൊടുത്തിരിക്കുന്നത് ഷോപ്കീപ്പർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, the selling price of the goods എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഹിയർ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കണം. ആരുടെ, ഷോപ്കീപ്പറിന്റെ സെല്ലിംഗ് പ്രൈസ് അല്ലേ. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റും കൂടി ചേർത്തിട്ടാണ് 20% കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അല്ലേ, സെല്ലിംഗ് പ്രൈസ്. സോ നമുക്ക് ആദ്യം എഴുതാം സെല്ലിംഗ് പ്രൈസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് 20% ഓഫ് കോസ്റ്റ് പ്രൈസ് എടുക്കണം. കാരണം ദിസ് 20% എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഈ 20% എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. അതായത് ഈ 20% ഓഫ് CP നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതായത് പ്രോഫിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനേ. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 20/100 ഇൻടു കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു 4,000. സോ നമുക്ക് 800 rupees വരും. So our profit is equal to 800. So selling price എത്ര വരും നമുക്ക്, selling price is equal to 4,000 plus 800 equal to 4,800 rupees. Okay, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വരാട്ടോ നമുക്ക്. Question number 1, SP. Okay, then CGST paid by the consumer. Second question.
CGST paid. CGST, so total നമുക്ക് GST percentage അറിയണം. So GST percentage എന്ന് പറയുന്നത് 5% ആണ്. So GST here same state ആയതുകൊണ്ട് interstate or intrastate? Intra അല്ലേ? So intrastate നമുക്ക് എങ്ങനെയാണ് GST എന്ന് പറയുന്നത് CGST plus SGST ആണ്. ഇത് രണ്ടും equal part ആയിട്ട് divide ചെയ്ത് പോകും. So 5 എന്നുള്ളത് 2.5% and 2.5%. Okay, total എത്ര വരും? 5. Total GST. Clear ആണല്ലോ? Total GST. So നമുക്ക് CGST ആണ് first കണ്ടുപിടിക്കേണ്ടത്. So CGST is equal to എന്തിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? Selling price or cost price of consumer. Cost price of consumer is equal to 4,800. So 4,800 ന്റെ 2.5% നമുക്ക് കണ്ടുപിടിക്കണം. So 4,800 into 2.5 divided by 100 is equal to 48 into 2.5 is equal to 120. 120 rupees. It's our second answer. CGST. And we know CGST is equal to SGST. Same step തന്നെയാണ് ട്ടോ SGST ക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സ്റ്റെപ്സ് ചെയ്യുന്നില്ല. SGST is equal to same as CGST. Step അത് തന്നെയാണ് 4,800 into 2.5 by 100 is equal to 120 rupees. Our third answer. Okay. And then our fourth question. Fourth question എന്താണ്? Total amount paid by the consumer. Total amount is equal to cost price plus cost price of consumer or customer plus CGST plus SGST. Okay, so namukku here CGST, here SGST. Okay, appo namukku varunathu 4,800 plus 240 rupees. 4,800 plus 240 is equal to 5,040 rupees. Our final answer. Clear aanallo? Question number 4. Amit deposits rupees 1,600 per month in a bank for 18 months in a RD account. If he gets rupees 31,080 at the time of maturity, what is the rate of interest per annum? Question വളരെ clear ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് rate of interest. Given data എന്തൊക്കെയാണ്? P equal to 1,600 rupees and N is equal to 18 months and maturity value അല്ലേ? Maturity value എന്ന് പറയുന്നത് 31,080 rupees. Okay, then ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ തന്നിട്ടുള്ള വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ മെച്യൂരിറ്റി വാല്യൂ ആണ് നമുക്ക് ഗിവൺ. സോ യൂസ് ചെയ്യേണ്ടത് മെച്യൂരിറ്റി വാല്യൂന്റെ ഫോർമുല. സോ നമുക്ക് എഴുതാം മെച്യൂരിറ്റി വാല്യൂന്റെ ഫോർമുല എഴുതുന്ന സമയത്ത് മെച്യൂരിറ്റി വാല്യൂ is equal to എല്ലാവർക്കും അറിയുന്നുണ്ടാവും P into N plus P into N into N plus 1 divided by 2 into 12 into R by 100. Okay, then values അങ്ങനെ തന്നെ ഒന്ന് substitution കൊടുത്തു. Okay, അപ്പോൾ നമുക്ക് 31,080 is equal to 1,600 into 18 plus 1,600 into 18 into N plus 1, 18 plus 1, 19 divided by 2 into 12 into R by 100. R നമുക്ക് അറിഞ്ഞൂടാ. then കട്ട് ചെയ്യാവുന്നത് എല്ലാം തന്നെ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ 2ഉം 18ഉം 9, again 9ൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 3ഉം ഇവിടെ 4ഉം വരും. 4ഉം 1,600ഉം കട്ട് ചെയ്യുന്നു. 400 and 100ന്റെ സീറോസും ഇവിടുത്തെ സീറോസും കട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടലി വരുന്നത് 1,600 into 18. അതിനെ നമ്മൾ 16 into 18 ചെയ്ത് നോക്കാം ട്ടോ. 16 into 18 ചെയ്യുമ്പോൾ നമുക്ക് 288 വരും. സോ 2 സീറോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാല്യൂ ഈ ഒരു വാല്യൂ 28,800 പ്ലസ് ഇവിടെ നമുക്ക് 4 into 3 into 19 into R 31,080 rupees. then ഇവിടെ എല്ലാവരെയും ഇവിടെ ഈ 28,800നെ ആദ്യം തന്നെ ഇപ്പുറത്തേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വരുന്നത് 28,800 ഇടാം. സോ ഈ ഒരു വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാം 228 0.
അതായത് 2,280. ഓക്കെ, മൈനസ് ചെയ്ത് നോക്കാട്ടോ പോസ് ചെയ്തിട്ട്. അപ്പം നമുക്ക് 2,280 റുപ്പീസ് ആണ് കേട്ടോ അത് വരുന്നത്. പ്ലസ് നമുക്ക് ഇവിടെ ആരൊക്കെ ഉണ്ട്? 4 into 3 into 19. ദാറ്റ് മീൻസ് 12 into 19. ഇതിന് മൾട്ടിപ്ലൈഡ് ഫോമിലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ അത് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് അത് എന്താവും? ഡിവിഷൻ ആവും അല്ലെ. അപ്പൊ r is equal to this. Then 12 into നമുക്ക് r വരുന്നത് 2,280 divided by 12 into 19. 12 into 19 ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് 228 ആണ് കേട്ടോ. സിംപ്ലി നമുക്ക് കട്ട് ചെയ്യാം ഇങ്ങനെ. സോ നമ്മുടെ വാല്യൂ എന്താണ്? r equal to 10%. Question number 5. Govinda opened a RD account in a bank for 2 years 4 months. If the rate of interest is 8% per year and bank pays him rupees 7,369.60 on maturity, find how much per month did Govinda deposit? So question la valare clear aayittu paranjittunde endha namukku kandupidikkundenu alle. How much per month did Govinda deposit? That means നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? P അല്ലേ? P ആണ് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? n is equal to 2 years 4 months. It's very clear. 2 years എന്ന് പറഞ്ഞാൽ 24 months ആണ്. 24 plus 4 months is equal to 28 months. And rate of interest r is equal to 8%. Then നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ MB ആണ്. MB is equal to rupees 7,369.60. ഇത്രയും തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുല MBയുടെ ഫോർമുലയാണ്. കാരണം നമുക്ക് ഗിവൺ MB ആയതുകൊണ്ട് MBയുടെ ഫോർമുല യൂസ് ചെയ്യാം. മെച്യൂരിറ്റി വാല്യൂ is equal to P into N plus I അല്ലെ? ഇങ്ങനെ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഐ സെപ്പറേറ്റ് കാണാട്ടോ നമുക്ക്. അപ്പോൾ ഈ ഒരു ഫോർമുല ഐന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഐ സെപ്പറേറ്റ് നമുക്ക് കാണാം. ഐ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു n plus 1 divided by 2 into 12 into r by 100. അപ്പൊ ഐ കാണുന്ന സമയത്ത് പി നമുക്ക് അറിഞ്ഞൂടാ. n എത്രയാണ്? 28. n plus 1 ആവുമ്പോൾ is 29 divided by 2 into 12 into r8 by 100. Okay, then കട്ട് ചെയ്യാം. അറിയാവുന്നതെല്ലാം കട്ട് ചെയ്യാം. പെട്ടെന്ന് കട്ട് ചെയ്ത് കളയാവുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പൊ നമുക്ക് 4 12 3 times ഇനി പോവോ? ഇല്ല. അപ്പൊ നമുക്ക് വരുന്നത് 28 into 29 28 into 29 by 300. This is our I. Then substitute this value in this equation MV. MVയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 7,369.60 is equal to P എത്രയാണ്? അറിഞ്ഞൂടാ. N 28. So 28P plus I. 28 into 29 divided by 300P. Okay. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട് അത് പുറത്തേക്ക് എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ 28P എന്നുള്ളത് കോമൺ ആണ്, പുറത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ P മാത്രം പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യാം. രണ്ടും ചെയ്യാം കേട്ടോ. അപ്പൊ 28 into 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. P കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് വരാം 28 into P ചെയ്യുന്ന സമയത്ത് 28 into 3 300 അതാണ് ചെയ്യേണ്ടത്. 300 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 8,400 plus this 28 into 29 എത്രയാണ് നമുക്ക് വരാം? 812 divided by 300. Okay, this is equal to 7,369.60. clear. Then P മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി അല്ലേ ഇതിൽ നിന്ന്. അപ്പൊ നമുക്ക് ഇനി P കണ്ടുപിടിക്കാനായിട്ട് P നെ മാത്രം ഇവിടെ നിർത്താം, ബാക്കി എല്ലാവരും അപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ P is equal to 7,369.60 and this 300 മുകളിലേക്ക് വരും. നമുക്ക് ഇവിടെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന വാല്യൂ this 8,400 plus 812. ഇത് നമുക്ക് വരുന്നത് 9212 ആണ് കേട്ടോ. 9212 ആണ്. നമുക്ക് അത് താഴത്തേക്ക് വരുവേ, ഡിനോമിനേറ്ററിലേക്ക് വരും. So this value is equal to 9212.
നമുക്കിത് താഴത്തേക്ക് എടുക്കാം. 9212 into 300. ഓക്കെ, ഇതാണ് നമുക്ക് വരേണ്ടത്. ദെൻ ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തോളാം, വേഗം സോൾവ് ചെയ്തോളാം കേട്ടോ. പോസ് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ഡിവിഷൻ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് കളയാം. അപ്പോൾ 7369660 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഓക്കെ, അതായത് 7369.60 ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇൻടു 300 ഡിവൈഡഡ് ബൈ 9212. ക്ലിയർ ആണല്ലോ. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇത് കട്ടാവും. ആൻഡ് 2 കൊണ്ട് കട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ is 240. സോ നമ്മുടെ പി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു മന്തിൽ ഗോവിന്ദ പേ ചെയ്തിരുന്ന റുപ്പീസ് എന്ന് പറയുന്നത് എത്രയാണ്? ₹240. ഓക്കെ. Question number 6. Accumulative deposit of monthly installment of ₹3,600 at 9% per annum. Simple interest earns in an interest of ₹17,982. Find the number of installments paid. ഇവിടെ ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്താണ്? നമുക്ക് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. n equal to ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചോളാം. then ക്വസ്റ്റ്യനിൽ ഗിവൺ ഡാറ്റസ് എന്തൊക്കെയാണ്? p is equal to ₹3,600, r equal to 9% and I equal to 17,982 rupees. Then I നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഐയുടെ ഫോർമുല യൂസ് ചെയ്യുക. I is equal to p into n plus 1 divided by 2 into 12 into r by 100. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് വരുന്നത് 17,982 is equal to p 3,600 into n n plus 1 unknown അങ്ങനെ തന്നെ ഇടാം, divided by 2 into 12 into 9 by 100. Cut it. 12 into 3 ആണ് 36 വരെ. അപ്പം നമുക്ക് then സോൾവ് ചെയ്യാം. 17,982 into 2 divided by 9 into 3 എത്രയാ? 27 അല്ലേ? This is equal to n into n plus 1. ഇനി ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് 1332 is equal to n into n plus 1. then ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് n into n square plus n minus 1332 is equal to 0 എന്ന് എഴുതാൻ പറ്റും. then ഇനി ഇത് സോൾവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാം, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് √b² minus 4ac divided by 2a. അതർവൈസ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലെങ്ത് ആവും പ്രോബ്ലം. അതർവൈസ് നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, എങ്ങനെയാണ് എടുക്കേണ്ടത്? ആഡ് ചെയ്യുമ്പോൾ 1ഉം ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1332 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്, അത് നമുക്ക് നമ്പേഴ്സ് ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരിക്കണം കേട്ടോ, അങ്ങനെയാണെങ്കിലാണ് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പൊ നമ്മളത് നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടും, 36 and 37. ദെൻ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് +1 ആണ്. സോ ചെറിയ നമ്പറിന് മൈനസ് വാല്യൂ കൊടുക്കുക. അപ്പൊ 37 minus 36 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് -1332 കിട്ടും. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n minus 36 into n plus 37 equal to 0 എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഫ്രം ദിസ് n equal to നമുക്ക് എന്തെടുക്കാം? n minus 36 is equal to 0 കൊടുക്കാം. അതുപോലെ തന്നെ ഓർ n plus 37 equal to 0 എന്ന് കൊടുക്കാം. ആൻഡ് ഹിയർ n equal to, it's not 360, 36. okay, n equal to എന്ത് വരും? -36 equal to അപ്പുറത്തേക്ക് പോകുമ്പോൾ +36 ആവും. ഹിയർ n equal to നമുക്ക്
മൈനസ് 37 വരും. സോ മന്ത് ആണ്, നമ്പർ ഓഫ് മന്ത്സ് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് വാല്യൂ പറയില്ല. സോ നമുക്ക് ഈ മൈനസ് വാല്യൂ എടുക്കാൻ പറ്റില്ല. സോ നമ്പർ ഓഫ് മന്ത് എന്താണ്, പോസിറ്റീവ് വാല്യൂ ആണ് എപ്പോഴും എടുക്കുക. എപ്പോഴും ഒരു നമ്പർ പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. സോ n is equal to 36. Question number 7. Find a value of k for which the roots of the following equations are real and equal. K square x square minus 2 into 2k minus 1 x plus 4 equal to 0. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്ലൂ തന്നിരിക്കുന്നത് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്നാണ്. റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ബി സ്ക്വയർ മൈനസ് 4ac is equal to 0. Here b equal to minus 2 into 2k minus 1 and a equal to k square, c equal to 4. Then values substitute ചെയ്യാട്ടോ ഈ ഫോർമുലയിൽ. അപ്പോൾ ഇത് ഡിസ്ക്രിമിനന്റ് ആണ്. അപ്പോൾ ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു നമുക്ക് 0 വന്നാൽ മാത്രമാണ് റൂട്ട്സ് റിയൽ ആൻഡ് ഈക്വൽ കിട്ടുള്ളൂ. അപ്പോൾ വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മൈനസ് 2 2k മൈനസ് 1 ഓൾ സ്ക്വയർ minus 4 into a k square into c plus 4 minus 2 square എത്രയാണ് minus 4 sorry plus 4 minus 4 അല്ല plus 4 into 2k minus 1 a minus b all square വെച്ചിട്ട് expand ചെയ്യാം. അപ്പോൾ നമുക്ക് 4k square minus 4k plus 1 is equal to 16k square. Not equal to minus 16k square equal to 0. Here ഈ 4 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 16k square minus 16k plus 4 minus 16k square equal to 0. Cut it. Okay. പ്ലസ് മൈനസ് ആണ്, രണ്ടും കട്ട് ചെയ്യുക. അപ്പം നമുക്ക് മൈനസ് 16k ഈക്വൽ ടു മൈനസ് 4 വരും. നെഗറ്റീവ് രണ്ട് സൈഡിലും കോമൺ, സോ രണ്ടും കട്ട് ചെയ്ത് കളയാം. ദെൻ k ഈക്വൽ ടു 4 by 16, that is equal to 1 by 4. K യുടെ വാല്യൂ എന്ത് വന്നു? is 1 by 4. Question number 8. For what value of k in the following equation, k plus 1 into x square minus 4kx plus 9 equal to 0 have real and equal roots? Solve the equation. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് ബി സ്ക്വയർ മൈനസ് 4ac is equal to എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബി സ്ക്വയർ മൈനസ് 4ac ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. is equal to 0. സോ ബി എ ബി സി എ ഈക്വൽ ടു k plus 1, b equal to minus 4k and c equal to 9. then b square minus 4ac സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് വാല്യൂസ് വരുന്നത് നോക്കുക. ബി ഈക്വൽ ടു മൈനസ് 4k ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മൈനസ് 4k സ്ക്വയർ ആൻഡ് 4 ഇൻറ്റു എ k plus 1 ഇൻറ്റു c plus 9 ഈക്വൽ ടു 0. നമുക്ക് 16k സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 4 36, 36k മൈനസ് 36 ഓക്കെ ഈക്വൽ ടു 0. ദെൻ ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് ഫാക്ടർ ഉണ്ട്. 4 പുറത്തേക്ക് എടുക്കാം. അപ്പം നമുക്ക് 4k സ്ക്വയർ മൈനസ് 9k മൈനസ് 9 ഈക്വൽ ടു 0. ദെൻ ഇനി എന്ത് ചെയ്യാം? ഈ 4നെ 0ന് അപ്പുറത്തേക്ക് എടുക്കുക. അപ്പം നമുക്ക് 4 പോയി കിട്ടും. അപ്പോൾ 4k സ്ക്വയർ മൈനസ് 9k മൈനസ് 9 ഈക്വൽ ടു 0 എന്നാവും. ദെൻ 9kനെ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, 4k സ്ക്വയർ മൈനസ് 12k plus 3k minus 9 equal to 0. then ഇതിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. 4 പുറത്തേക്ക് എടുക്കാം നമുക്ക്. അപ്പം നമുക്ക് 4k പുറത്തേക്ക് എടുക്കാമേ. 4k പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് k minus 3 ആൻഡ് ഇവിടെ നിന്നോ 3 പുറത്തേക്ക് എടുക്കാം. അപ്പം നമുക്ക് പ്ലസ് 3 പുറത്തേക്ക് വരുമ്പോൾ k minus 3 is equal to 0. then ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് k minus 3 ഉണ്ട്. k minus 3 പുറത്തേക്ക് എടുക്കുക. നമുക്ക് 4k plus 3 വരും. this is equal to 0. 0 product rule apply ചെയ്യുക. from this നമുക്ക് k യുടെ വാല്യൂ എന്ത് കിട്ടും? k minus 3 equal to 0. from this k equal to 3. k equal to 3 or k യുടെ വാല്യൂ 4
k plus 3 equal to 0 ൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ k equal to minus 3/4. അങ്ങനെ k ക്ക് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടോ 3 and minus 3/4. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ഒരു പാർട്ട് കൂടി ഉണ്ട് ക്വസ്റ്റ്യന്. സോൾവ് ദ ഇക്വേഷൻ. സോൾവ് ദ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഈ കെയുടെ വാല്യൂസ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. കെക്ക് 3 വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് വരും? ഇട്ട് കൊടുത്ത് നോക്കാം. 3 plus 1 plus into x square minus 4 into 3 into x plus 9 equal to 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് മീൻസ് 4x square minus 12x plus 9 equal to 0. ഓക്കെ, ഇതുപോലെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി സപ്പോസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് k equal to minus 3/4 ആണ് വിചാരിക്കുക. അപ്പൊ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട്, ഇപ്പൊ kക്ക് നമുക്ക് രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് സോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് 4x square minus 12x നെ സ്പ്ലിറ്റ് ചെയ്യുക, minus 6x minus 6x plus 9 equal to 0. ഹിയർ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത് എന്താണ്? 4k പുറത്തേക്ക് എടുക്കുമ്പോൾ 4x നോട്ട് k, 4x നമുക്ക് പുറത്തേക്ക് എടുക്കാം, നോട്ട് 4x, 2x പുറത്തേക്ക് എടുക്കാം. 6x അല്ലേ ഉള്ളൂ, സോ 2x പുറത്തേക്ക് എടുക്കാം. 2x പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഹിയർ 2x മൈനസ് 3. ഇവിടെ അതുപോലെ തന്നെ മൈനസ് എന്ത് പുറത്തേക്ക് എടുക്കാം? നമുക്ക് 3 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2x മൈനസ് 3 പുറത്തേക്ക് എടുക്കാം കേട്ടോ. മൈനസ് 3 പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് 2x മൈനസ് 3 വരും. ദിസ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് വരും? 2x മൈനസ് 3 ഇസ് കോമൺ, പുറത്തേക്ക് എടുക്കുന്നു. 2x മൈനസ് 3 പുറത്തേക്ക് എടുത്തു. ബാക്കി ബ്രാക്കറ്റിൽ ആരാണുള്ളത്? ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ബാക്കി എന്താ അവിടെ ഉള്ളത്? 2x ഇവിടെ മൈനസ് 3. സോ 2x മൈനസ് 3. സീറോ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാൻ, രണ്ടും സെയിം ആണ്. സോ നമുക്ക് 2x മൈനസ് 3 ഈക്വൽ ടു 0. From this x is equal to 3/2. Question number 9. Find a positive value of k for which x square minus 8k plus k equal to 0 will have real roots. So നമുക്ക് ഇവിടെ റിയൽ റൂട്ട്സ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ b square minus 4ac നമുക്ക് രണ്ട് കണ്ടീഷൻസ് എടുക്കാം. ഒന്നില്ലെങ്കിൽ b square minus 4ac our discriminant is equal to 0. 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? ഹാവ് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ്. റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ്. ആൻഡ് അടുത്ത കണ്ടീഷൻ b square minus 4ac is greater than 0. ഹാവ് റിയൽ ആൻഡ് unequal roots. ഇതിൽ ഏത് വേണമെങ്കിലും എടുത്താൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതെടുത്താലും റൈറ്റ് ആൻസർ തന്നെ വരണം. അപ്പോൾ ഞാൻ ആദ്യത്തെ കണ്ടീഷൻ എടുക്കുകയാണ്. b square minus 4ac is equal to 0. ഇപ്പോൾ നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ ആദ്യം കാണണം. a equal to 1, b equal to minus 8, c equal to k. Then b square minus 8 square minus 4 into 1 into c, k equal to 0. 64 minus 4k equal to 0. നമുക്ക് എന്ത് വരും? minus 4k equal to minus 64. From this k equal to minus minus cancel ചെയ്യാം. k equal to 64 by 4, that is equal to 16. k യുടെ വാല്യൂ നമുക്ക് 16 ആണ് കേട്ടോ വരാം. Question number 10. Solve the following in equation given below. Write the solution set and represent it on the number line. 2x minus 1 greater than or equal to x plus 7 minus x by 3 greater than 2. x belongs to R. Here, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റിനെ രണ്ട് പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 2x minus 1 greater than or equal to x plus 7 minus x. Okay, 7 minus x by 3. അതൊരു പാർട്ട്. ആൻഡ് x plus 7 minus x divided by 3 greater than 2. അതാണ് സെക്കൻഡ് പാർട്ട്. നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. ഓരോ പാർട്ടായിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2x minus 1 greater than or equal to ഈ പാർട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3x plus 7 minus x
by 3 വരും. Then ഈ 3നെ greater than or equal to ഉണ്ട് ഇപ്പുറത്തേക്ക് എടുക്കാം കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 3 into 2x minus 1, that means 6x minus 3 greater than or equal to 3x minus x 2x ആണ്, 2x plus 7. ഇനി നമുക്ക് എക്സുകളെ തമ്മിൽ ഒരു സൈഡിലും കോൺസ്റ്റൻസിന് ഒരു സൈഡിലേക്ക് ആക്കാം. അപ്പോൾ 6 minus 2x greater than or equal to 2x നെ ഇപ്പുറത്തേക്ക് എടുത്തു, minus 3 നെ അങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ 7 plus 3. From this 4x greater than or equal to 10 വരും. Then x common ഉണ്ട്, കട്ട് ചെയ്ത് കളയാം. 2 common ആണ്, കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 2x greater than or equal to 5. Then x ന്റെ വാല്യൂ greater than or equal to 5/2. And സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് x കിട്ടി. ഇനി ഇപ്പോഴത്തെ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ ചെയ്യാം. 3x plus 7 minus x greater than 2. 3x minus x എത്രയാണ്? 2x. 2x plus 7 is greater than 2 കൊടുക്കുക. Then നമുക്ക് കോൺസ്റ്റൻസിനെ ഒരുമിച്ചാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം, ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, വെറുതെ. അപ്പം നമുക്ക് 2x plus 7, ഈ 3നെ ആദ്യം അങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ greater than 6 വരും. Then 2x greater than 6 minus 7. 6 minus 7. ഓക്കെ, അപ്പം നമുക്ക് 2x greater than minus 1. ഓക്കെ, അപ്പോൾ നമുക്ക് x is equal to എന്ത് വരും? x not equal to x greater than കേട്ടോ, x greater than minus 1/2. ഓക്കെ, അപ്പോൾ എക്സിന്റെ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കാമേ. നമ്പർ ലൈൻ നിങ്ങൾ വരച്ചിട്ട് ഇപ്പോൾ 0 അത്യാവശ്യം ഇച്ചിരി വലുപ്പത്തിൽ വരയ്ക്കാം കേട്ടോ. 1 2 3 4. ഹിയർ -1 -2 -3 -4. നമുക്ക് 5/2 ആണ് വരുന്നത്. 5/2 കിട്ടണമെങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് വാല്യൂ ഇസ് 2.5 അല്ലേ. 5/2 is equal to 2.5 ആണ്. അപ്പോൾ നമുക്ക് 2.5 x greater than or equal to ഉണ്ട്. സോ 5/2 is included. അപ്പോൾ നമുക്ക് 2.5 ഏകദേശം ഇവിടെ ആയിട്ട് വരും. 2.5 is included. ഡാർക്കൻഡ് ആയിട്ടുള്ളൊരു സർക്കിൾ വരയ്ക്കുന്നു. 2.5 ഉണ്ട്. ഇനി x greater than -1/2. എക്സിന്റെ വാല്യൂ greater than -1/2 കൂടിയാണ്. greater than ഉള്ളൂ, greater than or equal to ഇല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഹോൾ ഓഫ് സർക്കിൾസ്. -1/2 നമുക്കറിയാം 0.5 ആണ്. 1/2 0.5 ആണ്. അപ്പോൾ -1/2 -0.5 അത് ഏകദേശം 0നും 1ന്റെ ഇടയിൽ മിഡിൽ പോയിന്റ് ആയിട്ട് വരും. -0.5. ദിസ് ഈസ് 2.5. ഇപ്പോൾ ദിസ് ഹോളോ സർക്കിൾ ആണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. കാരണം ഈ ഒരു 0.5 -0.5 എന്നുള്ള വാല്യൂ നമുക്ക് ഇൻക്ലൂഡഡ് അല്ല. ആൻഡ് നമ്പർ ലൈൻ ബിലോങ്സ് ടു റിയൽ നമ്പർ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇതിന്റെ ഇടയിൽ വരുന്ന റിയൽ നമ്പേഴ്സ് എല്ലാം തന്നെ പെടും. സോ നമ്മൾ ഈ ഒരു ലൈൻ ഡാർക്കൻ ചെയ്ത് വരയ്ക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത്രയേ ഉള്ളൂ ആൻസർ. Question number 11. Solve the following in equation given below. Write the solution set and represent it on the number line. -5 and 1/2 minus x less than or equal to 1/2 minus 3x less than or equal to 3 and 1/2 minus x. x belongs to R. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനെ രണ്ട് പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ -5 and 1/2 minus x less than or equal to 1/2 minus 3x. അതൊരു പാർട്ട്. അടുത്തത് 1/2 minus 3x less than or equal to 3 and 1/2 minus x. അപ്പോൾ ആദ്യം തന്നെ ഈ മിക്സഡ് ഫ്രാക്ഷനിലൊക്കെ എടുക്കുന്ന എല്ലാത്തിനെയും നമ്മൾക്ക് ആ ഫോമിൽ നിന്ന് മാറ്റാം. അപ്പോൾ എങ്ങനെ ചെയ്യണം? 10 5 into 2 10 10 plus 1 11 അല്ലേ. -11/2 minus x less than or equal to 1/2 minus 3x. Then ഇവിടെ അതുപോലെ തന്നെ മാറ്റാം. 1/2 minus 3x less than or equal to 3 into 2 6 6 plus 1 7 7/2 minus x. ഇനി ചെയ്യേണ്ടത് എക്സുകളെയൊക്കെ ഒരു സ്ഥലത്തേക്ക് ആക്കാം. എക്സുകളെ ഒരുമിച്ചാക്കുന്ന സമയത്ത് ഈ -6 അപ്പുറത്തേക്ക് പോകും ആൻഡ് ഈ 1/2 ഇങ്ങോട്ടേക്കും വരും. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ എക്സുകളെയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കുമ്പോൾ -6 ഈ -3x-നെ ഈ സൈഡിലേക്ക് എടുക്കാൻ കേട്ടോ. അപ്പോൾ അതെന്താവും? +3x ആവും. less than or equal to 1/2 ഈ -11/2-നെ ഇന്നെക്വാലിറ്റീൻ്റെ അപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് വരും? +11/2. ഓക്കെ, പിന്നെ this is equal to 2x, അതായത് -x plus 3x is equal to 2x less than or equal to
12 by 2 that's equal to രണ്ടിടത്തും 2 ആണ്. അപ്പോൾ നമുക്ക് വരുന്നത് 6. നമുക്ക് എന്ത് കിട്ടും? x less than or equal to 2 കോമൺ ആണ് അല്ലേ, കട്ട് ചെയ്തെടുക്കാൻ നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് വരും? x less than or equal to 3. അതൊരു വാല്യൂ കിട്ടി. ഇനി ഇപ്പുറത്ത് നോക്കാം. ഇവിടെ 1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സുകളെ ഒരുമിച്ചാക്കാം. അപ്പോൾ ആദ്യം തന്നെ എക്സുകളെ ഒരുമിച്ചാക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ എക്സുകളെ ഒരുമിച്ചാക്കുന്ന സമയത്ത് 1/2 this 7/2 ഇപ്പുറത്തേക്ക് എടുക്കണം. -7/2 less than or equal to -x plus 3x. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കോമൺ, ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് 1 - 7 എന്ന് പറയുന്നത് -6. -6/2 less than or equal to minus x plus 3x is equal to plus 2x. Okay, and minus 3 less than or equal to 2x. From this നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 minus 3/2 വരും നമുക്ക് അല്ലേ. അപ്പോൾ minus 3/2 less than or equal to x എന്ന് വരും. Then ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്പർ ലൈൻ വരയ്ക്കാം. എക്സിന് രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്പർ ലൈൻ 0, 1, 2, 3, 4, 5. ഇവിടെ -1, -2, -3, -4, -5. x less than or equal to 3. x ന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ അത് എന്താണ്? 3 is included. x belongs to റിയൽ നമ്പർ ആണ് കേട്ടോ. 3 included. അപ്പോൾ ഡാർക്കൻ ചെയ്യുക, സർക്കിൾ ഡാർക്കൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. -3/2 ആണ് വന്നിരിക്കുന്നത്. സോ -3/2 എത്രയാ? is 1.5 അല്ലേ. -1.5 less than or equal to x. അപ്പോൾ 1.5 ന്റെ വാല്യൂ നോക്കുക. -1.5 is here. -1 നും -2 ന്റെയും സെന്റർ ഡാർക്കൻ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? or equal to ഉണ്ട് നമുക്ക്. then ഇത് റിയൽ നമ്പർ belongs to റിയൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഈ ഇടയിൽ വരുന്ന എല്ലാ നമ്പേഴ്സും നമ്മുടെ solution set il pettu ട്ടോ. So this is our graph or number line representation. Here -1. Question number 12. Solve the following in equation given below. Write the solution set and represent it on the number line. 2x minus 5 less than or equal to 5x plus 4 less than 11, where x belongs to I means integers. നേരത്തെ ചെയ്ത പോലെ തന്നെ 2x minus 5 less than or equal to 5x plus 4 ഒരു part and 5x plus 4 less than 11 other part. ഇനി രണ്ടും നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ -5 minus 4 less than or equal to 5x minus 2x. അതായത് എക്സുകളെയൊക്കെ ഒരു സ്ഥലത്തേക്കും കോൺസ്റ്റൻസിനെ ഒരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് -9 less than or equal to here 5 minus 2x is equal to 3x. and കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് -3 വരും. -3 less than or equal to x. then here 5x മാത്രമേ ഇവിടെയുള്ളൂ, അവിടെ നിർത്താം. less than 11 minus 4 7. 5x less than 7. x less than 7/5. 7/5 ന്റെ വാല്യൂ നമുക്ക് വരുന്നത് 1.4 ആണ് കേട്ടോ. 1.4. then നമ്പർ ലൈൻ വരയ്ക്കാൻ നമുക്ക്. നമ്പർ ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻറ്റിജേഴ്സ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, റിയൽ നമ്പേഴ്സ് അല്ല, റാഷണൽ നമ്പേഴ്സും അല്ല. അപ്പോൾ അത് റിയൽ നമ്പേഴ്സ് വരാണെങ്കിലാണ് നമ്മൾ നമ്പർ ലൈനിൽ ഡാർക്കൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ആ നമ്പേഴ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇടയിൽ വരുന്ന ഡെസിമൽസ് ഒന്നും തന്നെയും റാഷണൽ ഒന്നും തന്നെയും നമുക്ക് റിയലിൽ ഇൻറ്റിജേഴ്സിൽ പെടില്ല. ഓക്കെ, അപ്പോൾ 0, 1, 2, 3, 4. പോസിറ്റീവ് സൈഡിൽ x ലെസ് ദാൻ 1.4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് 1.4 1നും 2നും ഇടയിൽ ഏകദേശം ഇവിടെയായിട്ട് വരും. ഓക്കെ, ഇറ്റ്സ് 1.4. പക്ഷെ നമുക്ക് ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് 1.4 കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് നെഗറ്റീവ് സൈഡിൽ -1, -2, -3, -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് പറഞ്ഞിരിക്കുന്നത്. സോ -3 എന്ന് പറയുന്നത് നമുക്ക് ഡാർക്ക് ആൻഡ് ചെയ്യണം, ഓർ ഈക്വൽ ടു. ആൻഡ് അപ്പോൾ ഏതിൻ്റെ ഇടയിലാണ്? -3ക്കും 1.4നും ഇടയിലാണ് നമുക്ക് എക്സിന്റെ വാല്യൂ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ, അതായത് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 1.4 ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ എക്സിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ ദിസ് ഇതിൽ 1.4 എടുക്കാൻ പറ്റാത്തത് കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ x belongs to integers എന്ന് തന്നിട്ടുണ്ട്. സോ 1.4 is not an integer. ഇന്റിജറിൽ നമ്മൾ പെടുത്തില്ല, അതുകൊണ്ട് നമുക്ക് 1 തൊട്ട്. ഓക്കെ,
1 0 minus 1 minus 2. So നമ്മുടെ solution set എന്താണ് വരുന്നത്? Write the solution set എന്ന് പറഞ്ഞിട്ടുണ്ട്. So solution set is equal to ഇങ്ങനെ എഴുതാം. സെറ്റിന്റെ സിമ്പിൾ ഇട്ടിട്ട് എഴുതാം കേട്ടോ. -3 -2 -1 0 1. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർട്ട് എയിലെ 12 ക്വസ്റ്റ്യൻസ് കേട്ടോ.